ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പം ഒരുപാട് ഫാമിലി വ്ളോഗ്സ് അങ്ങനത്തെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തൊക്കെ പലതിനകത്തും നമ്മൾ നോക്കുമ്പം പല രീതിയിലാണ് മക്കളെ പേരൻസ് വളർത്തുന്നത്. അതായത് ചിലർ നല്ല അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി കൺട്രോൾ ചെയ്ത് ഒക്കെ വളർത്തും. പിന്നെ ചില ആൾക്കാർ അങ്ങനെ അധികം കൺട്രോൾ ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് വളർത്തും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുവാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും നല്ലത്? നമ്മൾ കൺട്രോൾ ചെയ്യണോ? അതായത് പല ടേംസൊക്കെ ഇപ്പോൾ പുതിയ പല പല ടേംസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണോ? ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാമോ? അവരുടെ സ്റ്റഡീസൊക്കെ നോക്കണോ? അവരുടെ സ്കൂളിൽ നമ്മൾ ഇടയ്ക്ക് പോയി ചോദിക്കണോ? എല്ലാ കാര്യങ്ങളും, അതായത് അവർ സ്പിരിച്വലി എങ്ങനെയാണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പുള്ള പല ഹാപ്പിനെസ്സൊക്കെ കാണിച്ചിട്ടുള്ള പല വീഡിയോസും നമ്മൾ കാണാറുണ്ട്. അതായത് ബേബി ഷവർ, പിന്നെ ഇങ്ങനെ ഒരുപാട് ഒക്കേഷൻസ് അല്ല ഒരു ഇവൻ്റ് ആക്കി മാറ്റുകയാണ് ഓരോ സമയവും. അപ്പോൾ അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് അതിന് വേണ്ട നറിഷ്മെൻ്റ് എല്ലാം നമ്മൾ കൊടുക്കണം. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നതെന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വലുതായി കഴിയുമ്പോൾ ആ ആൾക്ക് ജീവിക്കാനും, അതായത് ഈ ലോകത്തിൽ സർവൈവ് ചെയ്യാനും, അത് നല്ല മോറൽസ് നല്ല വാല്യൂസ് ഒക്കെ ഉള്ള കുട്ടികളായിട്ട് തന്നെ ജീവിക്കണം. അവരും കുറച്ച് വർഷങ്ങൾ ജീവിച്ച് കഴിയുമ്പോൾ അവരും ഒരു അഡൽട്ട് ആകും. അപ്പോൾ ആ ഒരു അഡൽട്ട് ആകുന്ന സമയത്ത് അവരെങ്ങനെ ആയിത്തീരണം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്താൻ. അപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മെയിൻ ഉദ്ദേശിക്കുന്നത് ആരാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നതെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല് കൊടുക്കുന്നു, ചോറ് കൊടുക്കുന്നു, അതൊക്കെ ഓക്കെ, അതെല്ലാം നമ്മൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഒരു ഫുൾ ശ്രദ്ധ അതിലുണ്ടാവണം. കൂടാതെ അവരുടെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില പിള്ളേർ ചില സ്ഥാനത്ത് നിർബന്ധം പിടിച്ച് വഴക്കിട്ട് കരയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സ്വഭാവം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി തീരും. പക്ഷെ നമുക്കതൊന്നും കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ചെറുപ്പത്തിലേ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെ നമ്മളൊരിക്കലും ഫ്രണ്ടായിട്ടാണെന്ന് എനിക്ക് തോന്നില്ല. ഫ്രണ്ടായി ഉള്ള നിലയിൽ ഓക്കെയാണ്, കാരണം അവരുടെ കാര്യങ്ങളെല്ലാം അറിയുന്നു, അവരോട് സംസാരിക്കുന്നു. പക്ഷേ ടോട്ടലി ഒരു ഫ്രണ്ടായിട്ട് മാത്രം നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ പേരൻ്റ് ആകാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്സ് ഒരിക്കലും സെയിം പ്രായത്തിലുള്ളവരായിരിക്കുമല്ലോ ഫ്രണ്ട്സ് ആവുന്നത്. അത്രയും പ്രായ വ്യത്യാസത്തിൽ ആരും ഫ്രണ്ട്സ് ആവാറില്ല. അതപ്പം നമ്മൾ ഒന്നെങ്കിൽ ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയനൊക്കെ അല്ലേ അങ്ങനെ ആവുന്നുള്ളൂ. അപ്പം കാരണം ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള സബ്ജക്റ്റാണ്. പക്ഷേ എനിക്ക് എളുപ്പം തോന്നിയൊരു കാര്യം പറഞ്ഞാണ്, മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം. നമ്മളപ്പോൾ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ, ഡെയിലി കാര്യങ്ങൾ, അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളിൽ, പിന്നെ അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, അവരുടെ ഫ്രണ്ട്സ് എന്താണ്. ആക്ച്വലി ഇതൊന്നും അവർക്ക് ആ ഒരു പ്രായത്തിൽ ഇഷ്ടപ്പെടണം എന്നില്ല. കുറച്ച് വർഷങ്ങളൊക്കെ അവർ നമ്മുടെ കൂടെ നടക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അതൊക്കെ കൺട്രോൾസ് വരുമ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എന്നാലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. അത് പറയാനൊരു മെയിൻ കാര്യം തന്നെ, നമുക്ക് അങ്ങനൊരു റിലേഷൻ നമ്മുടെ കുട്ടികളായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്കും പ്രായമാകുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഒരു ഗ്രോത്ത് അവർക്കും വരത്തുള്ളൂ. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതുപോലെ ആവശ്യമില്ലാത്ത റിലേഷൻസിലൊക്കെ പോകുന്നതിൻ്റെ മെയിൻ കാര്യം അതുകൊണ്ടാണ്. ആ ഒരു പേരൻസും കുട്ടികളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത് നല്ല രീതിയിൽ, അത് പേരൻസ് എന്തിനു പറയുന്നു, അത് അവരുടെ നന്മയ്ക്കാണ്, ആ ഒരു രീതിയിൽ എല്ലാ ആസ്പെക്ട്സിലും കവർ ചെയ്ത് പോകുമ്പോഴത്തേന് അവർക്കും അവരുടെ മുന്നോട്ടുള്ള ലൈഫിൽ നല്ല കോൺഫിഡൻസും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയണം, ഞാൻ തീർച്ചയായിട്ടും
കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു സ്റ്റേജിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയും കുറേയൊക്കെ കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ബേബി ഉണ്ടാകുന്നതെന്നുള്ളതിനെ സെലിബ്രേറ്റ് ചെയ്തതിലും കൂടുതൽ ആ ഒരു ബേബി ഒരു പ്രോപ്പർ അഡൽട്ടായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വളർത്തി എല്ലാം കൊടുത്ത് വളർത്തുക എന്നുള്ളതല്ല, ഏറ്റവും എല്ലാ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അവരുടെ വാല്യൂസ്, നമ്മുടെ മോറൽ വാല്യൂസ്, നമ്മുടെ കൾച്ചർ, പിന്നെ ഒരു മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് എന്താണെന്നുള്ളത്. മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണം, അതൊരിക്കലും ഒരു ആനിമലിന് പകരമാകരുത്. കാരണം ഇപ്പം ഒരുപാട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നു, കൊല്ലുന്നു, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ആനിമൽ ബിഹേവിയർ. നമ്മളൊരിക്കലും മനുഷ്യൻ അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നല്ലതായിട്ട് വളർത്തി ഒരാളാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് സ്പിരിച്വൽ ലൈഫിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും വേറെ കുറച്ചുകൂടെ ഒരു ചെറിയ സബ്ജക്ട്സ് ആക്കി തിരിച്ചുകൊണ്ട് കുറച്ചുകൂടി വീഡിയോസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്